കൃഷ്ണദാസിന്റെ കോളേജിലെ ഇടിമുറി വിശേഷങ്ങൾ ഇനി കേരളത്തോട് പറയുകയാണ് സൂപ്പർ പ്രൈം ടൈമിലൂടെ ജീവിക്കുന്ന ജിഷ്ണു പ്രണോയി ഷഹീർ ഷൗക്കത്ത് അലി. ഷഹീർ 3-ാം തീയതി കൃഷ്ണദാസിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയല്ലോ, പിന്നീട് എന്താണ് ഉണ്ടായത്? വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഞാനും എൻ്റെ ഫ്രണ്ട് റാഷിദും കൂടിയാണ് ഒരുമിച്ച് ഒന്ന് കോളേജിൽ പോണത്. ക്ലാസ്സിൽ കയറി എന്നെയാണ് അവിടുന്ന് ഒരാൾ, ഈ വത്സലകുമാരൻ എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് ഇറക്കി പ്രിൻസിപ്പൽ റൂമിൽ കൊണ്ടുപോകുന്നത്. അവിടുന്ന് പിന്നെ ഒരു വണ്ടി അവർ വിളിച്ച് പാമ്പാടിയിലോട്ട് കൊണ്ടുപോകണു. അവർ 5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ ആദ്യം കയറി ചെല്ലുന്ന കൃഷ്ണദാസിൻ്റെ റൂമിലേക്കാണ്, ചെയർമാൻ്റെ റൂമിലേക്ക്. എന്നിട്ട് അവിടുന്ന് കുറേ അസഭ്യങ്ങളും ചീത്തയും എന്തൊക്കെയോ ഭയങ്കര PR-ഉം കൃഷ്ണദാസും കൂടി പറഞ്ഞു. അങ്ങനെ അതിലൊന്ന് പറഞ്ഞാൽ മറ്റേ റാങ്ക് കേസിൽ നീ 5 റാങ്ക് കേസിലെ പ്രതിയാണ്, നീ ഒരിക്കലും നീ പുറത്തേക്ക് പോകണില്ല, നീ 14 ദിവസം റിമാൻഡും, ആ റിമാൻഡ് കഴിഞ്ഞ ഉടനെ നീ പുറം ലോകം കാണാത്ത വിധത്തിൽ ഞാൻ അപ്പോഴേക്കും ഇവിടെ ആക്കി വെക്കും, നീ മറ്റേ ഇനി നിനക്ക് മരിക്കണം, ചാവണമാണ് നല്ലത്. അങ്ങനെ എല്ലാ രീതിയിലും പറഞ്ഞിട്ട് പിന്നെ എന്താ ചോദിച്ചാൽ ഈ സുചിത്രനെ വിളിക്കാൻ പറയാണ്, അപ്പുറത്തെ ബോർഡ് റൂം. ഈ ബോർഡ് റൂമെയാണ് ഇടിമുറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ PR ഇരിക്കുന്ന റൂമാണ്. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടുന്ന് അവരാവശ്യപ്പെട്ട രേഖകളൊക്കെ എഴുതി തരാൻ പറഞ്ഞു. ഇതിലിപ്പോൾ കവർ എന്താണ് 384ൻ്റെ ഇത് പറഞ്ഞു. അതിലെന്താ സംഭവം വെച്ചാൽ പണം അപഹരിക്കുകയല്ല, അതിൽ എൻ്റെ സൈൻ ഇട്ട സീൽ ഡോക്യുമെൻ്റ് വാങ്ങിയതിനാണ് അവിടെ ആ സെക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ ആദ്യമൊക്കെ ഞാൻ എഴുതി കൊടുത്ത അവസാനം റാഗിങ് കേസിൽ വന്ന് എത്തിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനത് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ അത് കുറച്ച് കഴിഞ്ഞാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കാൻ വരുമ്പോൾ കൃഷ്ണദാസ്, ഗോവിന്ദൻകുട്ടി, PR അങ്ങനെ ഒരു 4-5 പേരാണ് എൻ്റെ ചുറ്റിലും നിൽക്കുന്നത്. എന്നിട്ട് ആ ചോദ്യം ഇങ്ങനെ ചോദിച്ച് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു 3-4ാമത്തെ പ്രാവശ്യം പറഞ്ഞതോടെയാണ് കൃഷ്ണദാസിൻ്റെ കൈ കൊണ്ട് എൻ്റെ മുഖത്തേക്ക് ഇടിക്കുന്നത്. ആ ഇടിയിൽ ഞാൻ എൻ്റെ മുഖം പൊത്തിയപ്പോൾ 2 തോളിലും പിടിച്ചിട്ടാണ് എൻ്റെ മർമ്മത്തിലേക്ക് മൂട്ടുകാലുകൊണ്ട് കയറ്റുന്നത്. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇരുട്ടായി എനിക്ക്. ഞാൻ നിലത്ത് വീണു. ആ വീണയിൽ എൻ്റെ തലയ്ക്ക് ചവിട്ടുന്നത്. അത് ചവിട്ടിയിട്ട് പറഞ്ഞത് 10 മിനിറ്റ് മതി എനിക്ക് നിൻ്റെ വീട് കളയാൻ, 10 മിനിറ്റ് കയറി ഞാൻ വെട്ടുന്ന പറഞ്ഞ്. ഈ ചെയർമാൻ നേരിട്ട് പറഞ്ഞ് എൻ്റെ എന്താ പറയുക, എല്ലാ രീതിയിലും ഞാൻ തകർന്നു. ആ സമയത്ത് നിന്നിട്ടാണ് എൻ്റെ അടുത്ത് എഴുതിപ്പിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നത്. അതായത് അതിൻ്റെ ആ റൂമിൽ നിന്ന് അവർക്ക് എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. കാരണം സ്വാധീനമുണ്ട്, പണമുണ്ട്, ഏത് രീതിയിലേക്കും ചെയ്യാന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ ചെയ്യണത്. ഞാൻ പിന്നെ എൻ്റെ ജൂനിയേഴ്സും പിന്നെ കുറേ അവരെ പഠിച്ചവർ ചോദിച്ചാൽ എല്ലാവരും അത് ചെയ്യാറുണ്ട്. ഇപ്പം സർട്ടിഫിക്കറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ഭയം കൊണ്ട് ആരും പറയാണ്ടിരിക്കുകയാണത്. അല്ലാണ്ട് അവിടെ ജിഷ്ണു ഞാനും മാത്രമായിട്ട് അവിടെ ഒതുങ്ങണില്ല, 1000കണക്കിന് കുട്ടികളുണ്ടാവും അവിടെ. അതേപോലെ ഇതിലിപ്പോൾ ജിഷ്ണുവിൻ്റെ ഞാൻ 164-ൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞുതരാം. ജിഷ്ണുവിൻ്റെയും എൻ്റെയും കേസ് ഞാൻ പറയുന്നത് വളരെ സെയിം ആണ്. ജിഷ്ണു ഒരു പരാതി അയച്ചു KTUക്ക്, ഞാനും ഒരു പരാതി അയച്ചു. ജിഷ്ണുവിനെ കോപ്പി അടിച്ചു എന്ന് ഫ്രെയിം ചെയ്ത് അവരവിടെ പിടിച്ചു കൊടുന്നു. ഞാൻ റാഗ് ചെയ്തു പറഞ്ഞിട്ട് എന്നെയും കൊടുന്നു. പിന്നീട് എന്നെ അവിടെ എൻ്റെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ അവിടെ മർദ്ദിക്കുകയാണ്. ജിഷ്ണുവിൻ്റെ ശരീരത്തിലെ മർദ്ദനങ്ങളുടെ പാടുകളും മുറിവും കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ അവന് മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അവിടുന്ന് എങ്ങനെയോ ജീവനോടെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ജിഷ്ണു അവിടെ ആ മർദ്ദനത്തിൻ്റെ ഇടയിൽ മരിച്ചോ അതോ ഇനി അത് കഴിഞ്ഞിട്ട് അവൻ ആത്മഹത്യ ചെയ്തോന്നുള്ള ചോദ്യത്തിന് മാത്രമാണ് നമുക്ക് ആർക്കും ഉത്തരം കിട്ടാത്തത്. കൃത്യമായി പറഞ്ഞാൽ 2 പേരും ജീവിച്ചിരിക്കാൻ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഒരു കംപ്ലൈൻറ്റ് അത് കഴിഞ്ഞ് ഈ റാഗിങ് കേസ്, കോപ്പിയടി കേസ് ഒരുമിച്ചാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് എനിക്കും നീതി കിട്ടണം. ഇവിടെ നമ്മളെല്ലാവരും നീതിക്ക് വേണ്ടി പോകുന്നത് കോടതിയിലേക്കാണ്. ആ കോടതിയിൽ നിന്നാണ് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നത്. എനിക്ക് മാത്രമല്ല ജിഷ്ണുവിനും കിട്ടണം, എല്ലാവർക്കും കൂടി നീതി കിട്ടണം. ഞങ്ങൾ ഇനി ആർക്കാണ് പോയി പറയേണ്ടത്? ഞാനൊരു ഒരു വിദ്യാർത്ഥി എന്ന ഈ കൃഷ്ണദാസ് ഇവരെ പറഞ്ഞു 200 കോടിയിലധികം വാർഷിക വരുമാനം ഉണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു രാജാവല്ല, അതിനേക്കാൾ മേലുള്ള ഒരാളുടെ എതിരെയാണ് നമ്മൾ നിൽക്കുന്നത്. അതിലിപ്പോൾ ഈ സമൂഹവും എല്ലാവരും മാധ്യമങ്ങളും അല്ലാണ്ട് നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ഭാഗം പറയാനോ വേറെ ആരും ഇല്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശരി, അതിന്റെ കൂടെ പറയാനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന് പറഞ്ഞോളൂ. അതായത് ഇങ്ങനെ ഇത്രയും സത്യസന്ധമായി ഞാൻ പറയല്ലോ, ഞാൻ വീണ്ടും എടുത്തു പറയാം, സത്യസന്ധമായിട്ട് അന്വേഷിച്ച സംഭവം ഇവരൊറ്റയടിക്ക് കോടതിയും എല്ലാവരും ഇങ്ങനെ വിമർശിക്കുമ്പോൾ എല്ലാ നല്ല ആൾക്കാരും നല്ലതിനായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അവർ പിന്മാറും.
ഇപ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ ഡിവൈസ് സാർ എന്നെ സഹായിച്ചിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവരെ പഴിചാരി അല്ലെങ്കിൽ അവരെ ജയിലിൽ അടച്ചിട്ട് ഒന്നും കിട്ടാനില്ല. പകരം അവരെ ഷഹീർ അങ്ങനെ വിഷമിക്കേണ്ട. കാരണം ഇത്ര കർക്കശമായ വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചു എങ്കിലും വിധിന്യായത്തിൽ അത് ഉൾപ്പെടുത്തിയെങ്കിലും കോടതി മുന്നറിയിപ്പ് നൽകിയതുപോലെ ക്രൈംബ്രാഞ്ച് DYSPക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസ് ഷിൽബി ശക്തമായി തന്നെ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകും ഷഹീർ, മുന്നോട്ട് പോകും. ശ്രീജിത്ത് ഇവിടെ അതല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? ശരി, ഒരു മിനിറ്റ്. ഹലോ, ചോദിച്ചോളൂ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇനി അഥവാ ഇത് കുറ്റക്കാരനാണ് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ആ അറസ്റ്റ് ചെയ്തത് ഒരു മിന്നൽ പോലെ വന്നത് കൊണ്ടാണ് കിട്ടിയത് കയ്യിൽ, അല്ലെങ്കിൽ കിട്ടൂല. ഇതൊരു ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കിട്ടൂലായിരുന്നു. ഇപ്പോൾ അത് ഇനി എല്ലാം ക്ലീൻ ആക്കി കൊടുന്നാൽ പോലും കിട്ടുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യം. ശരി, ശ്രീ KK ശ്രീജിത്ത്, ഇവിടെ കോടതി പറയുകയായിരുന്നു ഈ ജിഷ്ണു പ്രണോയുടെ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചു, അത് അനുവദിച്ചു. അപ്പോൾ കർക്കശമായ ഉപാധികൾ നൽകുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി നെഹ്റു ഗ്രൂപ്പ് കോളേജിൻ്റെ ക്യാമ്പസിൽ കയറരുത് എന്നാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ ഷഹീറിൻ്റെ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ആശങ്കപ്പെടുന്നത് കൃഷ്ണദാസ് തെളിവുകൾ നശിപ്പിക്കുമെന്ന്, ആ ക്യാമ്പസിൽ പോലും കയറാൻ പാടില്ല എന്ന് ഉപാധി ഉള്ളപ്പോഴെന്ന്? നിങ്ങൾ അതുകൊണ്ട് കൃഷ്ണദാസ് ഫിസിക്കലായിട്ട് പ്രസൻ്റ് അല്ല ഒരു സ്ഥലത്ത് എങ്കിൽ തെളിവ് നശിപ്പിക്കില്ല എന്ന് നീതിപീഠം കരുതുന്ന പോലെ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കൃഷ്ണദാസ് കയറിയിട്ടാണോ? കിരൺ നാരായണൻ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള 5 പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതേ നിമിഷം കൃഷ്ണദാസ് അറിഞ്ഞതും കൃഷ്ണദാസ് 5 പേരുമായി മുങ്ങിയതും കൃഷ്ണദാസ് നേരിട്ട് എത്തിയിട്ടാണോ? കൃഷ്ണദാസിന് കണ്ണികളുണ്ട്. ഞാനൊരു കാര്യം ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ജിഷ്ണു പ്രണോയുടെ അമ്മയ്ക്കെതിരെ കേസെടുക്കുമെന്ന് വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹത്തിനെ ഈ കോളേജുമായുള്ള ബന്ധമൊന്ന് പരിശോധിച്ചു നോക്കൂ. ഈ കോളേജിലെ ലീഗൽ അഡ്വൈസറി ആയിട്ടുള്ള സുചിത്ര, അദ്ദേഹവുമായിട്ട് വലിയ രീതിയിൽ രക്തബന്ധമുണ്ട് എന്നാണ് പല അഭിഭാഷകരും ഞങ്ങളെ വിളിച്ചറിയിക്കുന്നത്. എനിക്കതിൽ കൃത്യമായ വിശ്വാസമില്ല. ഞങ്ങൾ വിളിച്ചറിയിക്കുകയാണ്. ഇദ്ദേഹം പലപ്പോഴായിട്ട് നമ്മുടെ നേരത്തെ ആരോപണ വിധേയമായ മഞ്ചേരി ശ്രീധരൻ നായരുടെ ഓഫീസിലുണ്ടാകാറുണ്ട്. ഇതൊക്കെ വലിയ കളികളാണ്. ഈ പണക്കാരൻ്റെ വലിയ ഇടപെടലുകളാണ്. അദ്ദേഹം കോളേജിലെത്തിയില്ലെങ്കിലും തെളിവുകൾ നശിപ്പിക്കപ്പെടില്ല എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ശരി, ഞാൻ മൂന്ന് കാര്യങ്ങൾ. എന്താണ് കൃഷ്ണദാസിന്റെ രീതി? ഇപ്പോൾ ഷഹീർ പറയുകയുണ്ടായി ജിഷ്ണുവിന്റെ കേസിന്റെ അതേ സ്വഭാവമാണ് തന്റെ അനുഭവവുമെന്ന്. അതുപോലെ തന്നെയാണ് തെളിവുകളുടെ കാര്യത്തിലും കൃഷ്ണദാസിന്റെ സമീപനം. കൃഷ്ണദാസ് കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കുന്നു, കൃഷ്ണദാസ് യഥാർത്ഥ തെളിവുകൾ നശിപ്പിക്കുന്നു. CCTV ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിച്ചത് കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഈ തെളിവുകളൊന്നും നശിപ്പിക്കാൻ ആ ക്യാമ്പസിൽ കയറിയില്ലെങ്കിൽ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ കോടതി ചിത്രീകരിക്കുന്നത് അത് ബോധ്യപ്പെടാൻ വിഷമമുള്ള കാര്യമല്ലേ? 2, ഷഹീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സംശയിക്കുകയാണ് കോടതി. 4 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഷഹീറിൻ്റെ. 1 164-ഉമാണ്. ഇതിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. സാമാന്യ ബുദ്ധിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനത് മനസ്സിലാകില്ല എന്നാണ് ചോദിക്കുന്നത്. കോടതി എന്തിനാണ് ഇത്രയും ഗഹനമായി പോകുന്നത്? നമുക്കറിയാം, വിചാരണ കോടതിയിലേക്ക് വരുമ്പോൾ ഈ 4 മൊഴികളും സ്വാംശീകരിച്ച് അതിൻ്റെ എസൻസാണ് ഒരു മൊഴിയായിട്ട് വരിക. ആ ഘട്ടത്തിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ ആ കോടതി നോക്കട്ടെ. മറ്റു കോടതികൾക്കുമുണ്ടല്ലോ ചുമതലയും ഉത്തരവാദിത്വവും നിർവഹിക്കാനായി. എന്ന് മാത്രവുമല്ല, ഒന്ന് കോടതി എടുക്കുന്നു, ഒന്നൊരു സാധാരണ ഉദ്യോഗസ്ഥനെടുക്കുന്നു, ഒന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെടുക്കുന്നു. എടുക്കുന്ന രീതി വ്യത്യാസമുണ്ടാകും, ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യാസമുണ്ടാകും, അതിനനുസരിച്ചുള്ള മറുപടിയിലും വ്യത്യാസമുണ്ടാകും. ഇതൊന്നും മനസ്സിലാക്കാതിരിക്കുകയാണോ കോടതി ഇതിൽ മുഴുവൻ പൊരുത്തക്കേടെന്ന് പറഞ്ഞുകൊണ്ട്? മൂന്നാമതായി ഒരു കാര്യം കൂടി, കോടതിക്ക് നോവുന്നത് ഈ കൃഷ്ണദാസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുത്തയാൾ 70 വയസ്സില്ലേ? 9 മണിക്കല്ലേ അത്രയും പ്രായമായ ഒരാളെ നിങ്ങൾ കോടതിയിൽ എത്തിച്ചത് രാത്രിയിൽ? അങ്ങനെ ചെയ്യാമോ? 40 വയസ്സുകാരിയായ ഒരു നിയമോപദേഷ്ടാവ്, അവർക്ക് ജാമ്യം കൊടുക്കുന്നതിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഈ സമയത്താണോ കൊണ്ടുവരേണ്ടത്? 9 മണി. ഇത്രയൊക്കെ പ്രതികളുടെ അവകാശത്തെപ്പറ്റി എന്തുകൊണ്ടാണ് കേരളത്തിലെ ഉന്നത നീതിപീഠം ഉത്കണ്ഠപ്പെടുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ. ഇതിൻ്റെ ഉത്തരം ഞാനല്ല, പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ജൂറിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ചെറുപ്രാണികൾ, നിയമം ഒരു ചിലന്തി വല പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ചെറുപ്രാണികൾ അതിൽ കുടുങ്ങി നശിച്ചു പോകുന്നു, നേരെ മറിച്ച് വലിയ പ്രാണികൾ ഇത് പൊട്ടിച്ച് പറന്നു പോകുന്നു. ഈ വാചകത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ അനുഭവത്തിലും
പരിചയത്തിലും ഇത് തന്നെയാണ് ഇവിടെ നീതിന്യായ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്രാണികൾ ഈ നിയമ സംവിധാനത്തിൽ കുടുങ്ങി നശിച്ചു പോവുകയും വലിയ കിളികൾ അത് വല പൊട്ടിച്ച് പറന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷ്ണദാസ് വലിയൊരു കിളിയാണ്, അദ്ദേഹം ഇത് പൊട്ടിച്ചു. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പല വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാനായിട്ട് നമ്മുടെ അഭിഭാഷകരും ന്യായാധിപന്മാരും ഒക്കെ മത്സരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, കൃഷ്ണദാസ് നെഹ്റു കോളേജിൽ കയറിയാലും കയറിയില്ലെങ്കിലും തെളിവ് തേച്ച് മാറ്റി കളയാൻ കഴിയില്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് സംശയമുണ്ടോ? ഒരു പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് എബ്രഹാം മാത്യു വിചാരിക്കുന്നുണ്ടാവും, കൃഷ്ണദാസ് നായർ നെഹ്റു കോളേജിൻ്റെ പടിക്കകത്ത് വളപ്പിനകത്ത് കയറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെയും സ്വാധീനിക്കാൻ കഴിയില്ലെന്ന്. അദ്ദേഹം അങ്ങനെ വിശ്വസിച്ചോട്ടെ, നമുക്കൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരെ അത് തിരുത്താൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം കൃഷ്ണദാസ് അവിടെ പോകേണ്ട ആവശ്യമില്ല. ജയിലിൽ കിടന്നുകൊണ്ട് സാക്ഷികളെ സ്വാധീനിച്ച ആളുകളില്ലേ, ഭീഷണിപ്പെടുത്തിയവരില്ലേ? മുഹമ്മദ് നിസാമിനെ നിങ്ങൾക്ക് ഓർമ്മയില്ല? അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് എന്തൊക്കെ അതിക്രമങ്ങളാണ് ചെയ്തത്? സമീപകാലത്തല്ലേ, ഈ ചാനലിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ, ഭീഷണിപ്പെടുത്താൻ കഴിവുള്ള ആളുകൾക്ക് ഇനിയിപ്പോൾ കോളേജിൽ കയറുകയോ കയറാതിരിക്കുകയോ ചെയ്തുകൊണ്ട് അത് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. രണ്ടാമത്, ഈ വിചാരണ കോടതിയുടെ ജോലി ജാമ്യം കൊടുക്കുന്ന ജഡ്ജി ചെയ്യുന്ന ഒരു കാരണവശാലും നീതീകരിക്കാവുന്നതല്ല. അതിനൊക്കെ പിന്നെ വിചാരണ കോടതിയുടെ ആവശ്യമില്ലല്ലോ, ജാമ്യ ഹർജിയിൽ തന്നെ അതങ്ങ് തീരുമാനിച്ചാൽ പോരെ. അങ്ങനെ ഒന്നും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല സംശയങ്ങൾക്കും ഇട നൽകുന്ന ഒരു ഉത്തരവാണ്. ശരി, ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വേവലാതിപ്പെടുത്തുന്ന കാര്യം, ഈ കേരള ഹൈക്കോടതിയുടെ സൽപ്പേരിന് ഇത് കളങ്കം ചാർത്തും, ജനങ്ങൾക്ക് നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസമില്ലാതെയാകും. പിന്നെ ബാർ കൗൺസിൽ മെമ്പർ കോടതി അലക്ഷ്യ നടപടി പറഞ്ഞ് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. അദ്ദേഹത്തിന് എന്താ കാര്യം ഇതിനകത്ത്? ബാർ കൗൺസിലിൻ്റെ ജോലി എന്താണ്? അഭിഭാഷകർ വല്ല പെരുമാറ്റ ദൂഷ്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കുക എന്നുള്ളതാണ്. കോടതി അലക്ഷ്യ നടപടി എടുക്കാനുള്ള കഴിവ്, അധികാരമൊന്നും ബാർ കൗൺസിലിൽ ആരും കൊടുത്തിട്ടില്ല. ബാർ കൗൺസിൽ മെമ്പർക്ക് ഇത് അറിയാൻ പാടുള്ളതാണോ അതോ അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്താണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പരമ അസംബന്ധമാണ്. ഞാൻ ആവർത്തിക്കുന്നു, പരമ അസംബന്ധമാണ്. ശരി, ഷഹീറിലേക്ക് ഞാൻ വരാം. എനിക്കൊരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനെതിരായ കോടതി വിധി കൃഷ്ണദാസിന് പിന്നീട് ഉപകാരമാകുമോ? ഇടവേളയ്ക്ക് ശേഷം.